ആരെങ്കിലും കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. എന്തായി മാത്യൂസേ കങ്കാരുവിൻ്റെ മക്കളുടെയും കാര്യം? അവളുമാർ അഴിയണു. ടെൽമി, എന്റെ ചോദ്യത്തിന് മറുപടി താ. സംശയമാണ് വില്യം. എന്തുകൊണ്ട്? തെളിവുകൾ മുഴുവനും അവളുമാർക്കെതിരായിരുന്നല്ലോ. പിന്നെന്താ ഒരു സംശയം? അവരുടെ വക്കീല് അഡ്വക്കേറ്റ് പ്രഭാകരനായിരുന്നു. അയാളെ നിന്റെ ഡാഡി പണം കൊടുത്ത് കൈക്കലാക്കി. യെസ്, അങ്ങനെ ചെയ്യുമെന്ന് ഡാഡി എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ കാര്യങ്ങൾ കൂടുതൽ ഈസി ആവേണ്ടതല്ലേ? അതെ. പക്ഷെ പ്രഭാകരൻ കോടതിയിൽ ഹാജരാകാതായപ്പോൾ അയാൾക്ക് പകരം മറ്റൊരാൾ വന്നു, അഡ്വക്കേറ്റ് പത്മകുമാർ. അയാൾ നിന്റെ ഡാഡിയുടെ പണത്തിനും ഭീഷണിക്കും വഴങ്ങിയില്ല. അതിന് കാരണമുണ്ട്. ഈ പത്മകുമാർ കങ്കാരുഗുരുവിന്റെ ശിഷ്യന്മാരിലൊരാളാണ്. അപ്പോൾ അവൻ ഗുരുസ്നേഹം കാട്ടിയല്ലേ? കാട്ടി, നന്നായി കാട്ടി. അഡ്വക്കേറ്റ് കുര്യനെ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു കളഞ്ഞു അയാൾ. സാക്ഷികളെയും നന്നായി കുടഞ്ഞു. ചുരുക്കി പറഞ്ഞ ഗോൾഡൻ ചാൻസ് കൈവിട്ടു പോയി അല്ലേ? അതല്ലേ സത്യം? കോടതി വളപ്പിന്ന് കയ്യിൽ വിലങ്ങുമായി പോലീസ് ജീപ്പിൽ കയറിയ ആ നിമിഷം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങനെ ഒരു നിമിഷം ഞാൻ അവളുമാരുടെ കാര്യത്തിലും പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ ഡാഡിയുടെ കണക്കൂട്ടലുകൾ പാളിയല്ലോ മാത്യൂസേ. അത് നിന്റെ ഡാഡിയുടെ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞില്ലേ, അഡ്വക്കേറ്റ് പത്മകുമാറിന്റെ മിടുക്ക. ജയിലിലേക്ക് വരുന്ന കല്യാണിയും ദേവയാനിയും 3 മാസമെങ്കിൽ 3 മാസം, ശിക്ഷയുടെ കാലാവധി എന്തു തന്നെയായാലും ശാരീരികമായും മാനസികമായും പീഡനം അനുഭവിക്കുന്ന ആ ചെറ്റകൾ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ചാരിത്രം പോലും നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കാനാവാതെ നട്ടം തിരിയുന്ന ആ പ്രൊഫസർ മക്കളും പോയി. എന്റെ പ്രതീക്ഷയൊക്കെ പോയി. നീ വിഷമിക്കാതെ വില്യം. കോടതി വിധി അനുകൂലമായാലും ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവില്ല. അവളുമാരെ ഇനി വേറൊരു കണ്ണോടെ ആൾക്കാർ കാണും. അതിനു വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കും. വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദപ്രതിവാദങ്ങൾ കോടതി കേട്ടതിൽ നിന്നും പ്രതികളായ കല്യാണിയും ദേവയാനിയും ഇമ്മോറലായി സഞ്ചരിച്ചുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്.
ആയതിനാൽ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 56 പ്രകാരം കല്യാണിയെയും ദേവയാനിയെയും 6 മാസം കഠിന തടവിന് ഈ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. എന്താ എന്താ ചേച്ചി? നമ്മളെ കോടതി സ്വപ്നം കണ്ടൂല്ലേ? വിധി നമുക്കെതിരാന്നാ കണ്ടത്. നമ്മളെ കോടതി ശിക്ഷിക്കും. ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ ചേച്ചി. ഇനിയിപ്പോ അതോടല്ലേ ബാക്കിയുള്ളൂ. ഈ ജയിലിലെ ജീവിതം എങ്ങനെയാ? പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരുമിച്ചാണോ? അതോ ഓരോരുത്തർക്കും പ്രത്യേകം സെല്ലാണോ? ഒരുപാട് ജോലി എടുപ്പിക്കുന്ന കേട്ടിരിക്കുന്നേ. പിന്നെ അവിടെ ഉള്ളവരൊക്കെ കള്ളന്മാരും കൊലപാതകങ്ങളുമായിരിക്കും. ചേച്ചി എന്തിനാ ഓരോന്നൊക്കെ കടന്ന് ചിന്തിക്കുന്നേ? നാളെ വിധി എതിരായ നമ്മൾ പിന്നെ എങ്ങോട്ടാ പോവാ? തിരിച്ച് കണിമംഗലത്തേക്കോ? നമ്മള് ജയിലില്, അച്ഛനും അമ്മയും ഇവിടെ തനിച്ച്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കണക്കിന് ഭാഗ്യമല്ലേ? ജീവിതത്തിൽ വളരെ കുറച്ച് പേർക്കല്ലേ ജയിലിൽ കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവൂ. ചേച്ചി, ആ വില്യം ഇപ്പോഴും ജയിലിലല്ലേ? അയാൾക്കൊപ്പാവോ നമ്മളും? അവിടെ വെച്ച് വില്യത്തെ കാണേണ്ടി വരുമോ? ശാരദേ, താൻ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. മാഷ് ഉറങ്ങിയായിരുന്നോ? ഇല്ല. നാളെ രാവിലെ കോടതി പോകേണ്ടതല്ലേ? മാഷ് ഉറങ്ങാൻ നോക്ക. എന്താ മാഷേ? വല്ലാത്ത ദാഹം, കുറച്ച് വെള്ളം കുടിക്കട്ടെ. മാഷിന്റെ ശിഷ്യൻ കോടതിയിൽ നന്നായിട്ട് വാദിച്ചെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ നമ്മുടെ മക്കളെ രക്ഷപ്പെടുവല്ലേ? എന്താ സംശയം? രക്ഷപ്പെടുമെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു? ഞാനേ അല്ലെങ്കിൽ വേണ്ട. എന്താ ശാരദേ? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ മാഷ് ഇത് കേക്കൂ? ഇതെന്തൊരു ചോദ്യ ശാരദേ? എന്ന് പറയട്ടെ. ആ, നാളെ ഞാൻ കൂടെ നിങ്ങൾക്കൊപ്പം വരട്ടെ കോടതിയിലേക്ക്. അതിപ്പോ മറ്റൊന്നും കൊണ്ടല്ല മാഷേ. വിധി നമ്മുടെ മക്കൾക്ക് അനുകൂലമായിരിക്കും, അത് ഉറപ്പാ. ഇനി ഒരു പക്ഷേ മറിച്ച് സംഭവിച്ച എന്റെ കുഞ്ഞുങ്ങളെ പോലീസുകാരങ്ങ് കൊണ്ടുപോയില്ലേ ജയിലിലേക്ക്? അപ്പൊ പിന്നെ ഞാൻ കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് അവരെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടെ വരാന്ന് പറഞ്ഞത്. അരുതാത്തൊന്നും ചിന്തിക്കണ്ട. മക്കളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് മടങ്ങില്ലടോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? മക്കളില്ലെങ്കിൽ പിന്നെ മാഷ് എങ്ങോട്ട് പോകും? എനിക്ക് പേടിയാവുന്നു. ഞാനും നിങ്ങൾക്കൊപ്പം വരിക. വേണ്ട ശാരദേ, മക്കളെയും കൊണ്ട് ഞാൻ മടങ്ങി വരൂ. താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ.
സാറോ? എന്താ സാർ അതിരാവിലെ? എനിക്ക് പപ്പനെ ഒന്ന് കാണണം. സാറ് വരൂ, ഞാൻ പപ്പേട്ടനെ വിളിക്കാം. സാറിരിക്കൂ. വിധി പറയുന്ന ദിവസമായിട്ട് സാറെന്തത്ര നേരത്തെ? വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഒരുവിധം നേരം വെളുപ്പിച്ചത് ഞാൻ. പപ്പനെ കണ്ടാൽ തെല്ലൊരാശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി. അതുകൊണ്ടാ ഞാൻ. എൻ്റെ കുട്ടികളെ രക്ഷപ്പെടുമല്ലോ അല്ലേ? സാറിരിക്കി. പപ്പനൊന്നും പറഞ്ഞില്ല? കോടതിയിൽ എൻ്റെ ശ്രമങ്ങളൊക്കെ സാറ് കണ്ടതാണല്ലോ. ഉവ്വ്. എന്നാലും വിധി അനുകൂലമാവുമെന്ന് പപ്പൻ പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല പപ്പ. കുട്ടികളുടെ അമ്മ എന്നോട് ചോദിക്കുന്നു പല ആവർത്തി ഇതേ ചോദ്യം. ഞാൻ എന്തു മറുപടിയാ കൊടുക്കേണ്ടത്? രക്ഷപ്പെടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അനുകൂല മറുപടിയാ കൊടുത്തിരിക്കുന്നത്. വിധി അനുകൂലമായിരിക്കും സാറേ. സാക്ഷികൾ പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ? പിന്നെന്താ? എന്നാലും ഒരാശങ്ക. വിധി എതിരായ കയ്യാവും വെച്ച് മക്കളെയും കൊണ്ടുപോയ അച്ഛനെ ദയനീയമായി നോക്കുന്ന അവരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും പപ്പ? മക്കളുടെ വരവും കാത്തിരിക്കുന്ന ഒരമ്മയോട് ഞാൻ എന്തു മറുപടി പറയും? എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലും? ഭാര്യയുടെയും കുട്ടികളുടെ മുന്നിൽ നിന്ന് സാറെങ്ങനെ ഇമോഷണലായ? ഏയ്, അവരുടെ മുമ്പിൽ എൻ്റെ കണ്ണ് നനയാറില്ല. പിന്നെ പപ്പൻ്റെ മുമ്പിൽ വന്നപ്പോ ഞാൻ അറിയാതെ ഞാൻ പ്രതീക്ഷിക്കുന്നതൊന്ന്, ദൈവം തരുന്നത് മറ്റൊന്ന്. കുറെ ദിവസം ഇത് തന്നെ സംഭവിക്കുന്നു. ഇവിടെയും പ്രതീക്ഷ തെറ്റിയ പിന്നെ ഞാൻ വീട്ടിലേക്കില്ല പപ്പ. നേരെ അങ്ങ് നടക്കും, യാത്ര തീരുന്നതുവരെ. സാറ് ധൈര്യമായിട്ട് കുട്ടികളും കൂട്ടി കോടതിയിലേക്ക് പോരെ. വിധി നമുക്ക് അനുകൂലമാവും, ഉറപ്പ്. എന്നാ ഇനി കോടതി വെച്ച് കാണാം. ഉം. മോളെ, അതിരാവിലെ വന്ന് ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണേ. സാർ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. അന്ന് അലക്സാണ്ടർ വന്നപ്പോൾ അല്പം നേരത്തേക്കെങ്കിലും നിന്റെ മനസ്സ് ചാഞ്ചാടിയില്ലേ? നിന്റെ വാക്ക് കേട്ട് ഞാൻ കോടതി പോകാതിരുന്നെങ്കിൽ ഈ കണ്ണീരിന് ഞാൻ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും? പപ്പേട്ട, ഒരുപാട് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. എങ്കിലും ഒരാകാംക്ഷ, വിധി ആ കുട്ടികൾക്ക് അനുകൂലമാവോ? വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിൽ നിന്നും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കല്യാണിയും ദേവയാനിയും കുറ്റക്കാരാണ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കല്യാണിക്കും ദേവയാനിക്കും എതിരായി നൽകിയ സാക്ഷിമൊഴികൾ സത്യവിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ആയതിനാൽ മനഃപൂർവ്വം കള്ളക്കഥയുണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ശിവനും മങ്കമ്മയ്ക്കും മാത്യൂസിനും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് താക്കീത് നൽകുന്നതോടൊപ്പം ദേവയാനിയും കല്യാണിയും കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ ഈ കോടതി നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു. ഹലോ. ആ ശാരദേ, കോടതി വിധി നമുക്ക് അനുകൂല. നമ്മുടെ മക്കൾ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. നേരാണോ മാഷേ? അതോ എന്നെ സമാധാനിപ്പിക്കാനായി? ദേ കുട്ടികൾ എൻ്റെ അടുത്തുണ്ട്. കൊടുക്കണോ? വേണ്ട മാഷ്, അവരെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. ഞങ്ങൾ കുറച്ച് താമസിക്കും. നമ്മുടെ വക്കീൽ എൻ്റെ ശിഷ്യനായി പോയതുകൊണ്ട് ഫീസ് വാങ്ങിയില്ല. പകരം അയക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത് വേണം മാഷേ. ആ, അതൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഞങ്ങൾ ഉടനെ അങ്ങ് എത്താം. എന്താ? അധികം താമസിക്കരുത് കേട്ടോ. എനിക്ക് എന്റെ കുട്ടികളെ കാണാതെ വയ്യ. ശരി മാഷേ, ശരി. ഈശ്വര, രക്ഷപ്പെട്ടു. എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥന നീ കേട്ടു. വില്യത്തിന്റെ ശിക്ഷയ്ക്ക് പകരം വീട്ടാൻ എന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കണം. ആക്കിക്കഴിഞ്ഞാൽ അവളുമാരെ അഴിയണമെന്നത് ഞാൻ അലക്സച്ചായന് കാണിച്ചു തരാം. എടോ, കാരണയ്ക്ക് കൊള്ളാത്ത വക്കീലേ, പുത്തൻ തൊട്ട് വലിച്ചെറിഞ്ഞിട്ട് തന്നെ ഞാൻ പ്രോസിക്യൂട്ടർ ആക്കിയത്. എന്നിട്ട് എന്തായടോ വിധി? താൻ പ്രോസിക്യൂട്ടർ ആയത് അവളുമാരെ ഭാഗ്യം. തലയ്ക്കകത്ത് മൂള ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പോ എനിക്ക് ഉള്ളു തുറന്നൊന്ന് സന്തോഷിക്കാമായിരുന്നു. നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലല്ലേ ആ അഡ്വക്കേറ്റ് പത്മകുമാർ. അതാണ് വക്കീല്. നമ്മൾ ഒന്ന് കാണുമ്പോ അവര് 10 കാണും. അല്ലാതെ തന്നെ പോലെ കിട്ടുന്ന പണം കോട്ടിന്റെ പാക്കറ്റിലിട്ടോണ്ട് പോയി തലയിണക്കിൽ ഉറങ്ങിയാലേ കാര്യം നടക്കത്തില്ല. തല പുകയണോടോ, തല പുകയണം. ഈ കേസ് നമുക്ക് അനുകൂലമാക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അലക്സച്ചാൻ അറിയാവോ? പിന്നെ വില്യത്തിന്റെ കാര്യത്തിൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലയോ? എനിക്കിപ്പോ ഒരു സംശയം. കേസ് അനുകൂലമാക്കാൻ ആ പ്രൊഫസർ തനിക്ക് കൈക്കൂലി എന്തെങ്കിലും തരുന്നുണ്ടോടോ? അല്ല, താൻ വാദിക്കുന്ന കേസുകളൊക്കെ അയാളിങ്ങനെ ഗയിച്ചു കയറുന്നതുകൊണ്ട് ചോദിച്ചു പോയതാന്നേ. കേസാവുമ്പോ ജയവും തോൽവിയൊക്കെ പതിവാണല്ലോ. ആണ്, അതെനിക്കറിയാം. പക്ഷേ സാഹചര്യങ്ങൾ മൊത്തം അനുകൂലമായിട്ട് കേസ് തോക്കുന്നത് കേസ് ഏറ്റെടുക്കുന്ന വക്കീലിന്റെ കഴിവേട് തന്നെയാണ്. എടോ കാഹളം, അവളുമാർക്ക് അനുകൂലമായിട്ട് എത്ര സാക്ഷികൾ ഉണ്ടായിരുന്നു? ഒരാളെ താൻ പറ. മറിച്ച് നമ്മുടെ ഭാഗത്തോ സാക്ഷികളുടെ ബഹളമല്ലായിരുന്നു, അതും ദൃക്സാക്ഷികൾ. എന്നിട്ട് എന്താടോ ഇയാളങ്ങ് തോറ്റുപോയത്? മാനാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ ദേ ഈ കോട്ട് ഉരുവെച്ച് തൻ്റെ ഇടത്തോട് പറയും, അലക്സ് അച്ചായ, എന്നെ കൊണ്ട് ഈ പണി പറ്റത്തില്ല, അച്ചായ വേറെ ആളെ നോക്കിക്കോന്ന്. ഇയാൾ അതും പറയുന്നില്ല. എന്തിനാ അലക്സ് ചായ വെറുതെ? പിന്നെ കേസ് ജയിക്കാനായി പണം വാരിയെറിഞ്ഞ് എനിക്ക് നോടോവേ. എന്റെ വില്യത്തിന് മാത്രമല്ല, കുടുംബത്തിന് മൊത്തം ആവശ്യമായിരുന്നു അവളുമാരെ ജയിലിലടക്കണമെന്ന്. ഒക്കെ പോയില്ലേ? ഇനി വീട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കേസ് ജയിച്ചെന്ന് കരുതി അവളുമാരുടെ മേത്ത് വീണ കറ അത്ര പെട്ടെന്ന് തൂത്താ പോകരുത്. സമൂഹത്തിന്റെ മുന്നിൽ അവരെന്നും തെറ്റ് ചെയ്തവർ തന്നെ ആകണം. കഥകൾ തീരുമ്പോൾ പുതിയ കഥകൾ പടച്ചുണ്ടാക്കണം നമ്മൾ. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത പ്രൊഫസറും കുടുംബവും അതെന്റെ സ്വപ്നമാ.